ഫണ്ട് വാങ്ങാൻ പാടില്ല എന്നാണോ നിങ്ങൾ ആഗ്രഹം? നിങ്ങൾക്ക് എല്ലാ കാലത്തും കേരളം ഇങ്ങനെ ഒരു ഫണ്ടും കിട്ടാണ്ട് തുറഞ്ഞു പോകണമെന്നാ? പിന്നെന്താ? കരാർ മരവിപ്പിക്കുന്നതിനും ഫണ്ട് വാങ്ങുന്നതും തമ്മിൽ എന്താ ബന്ധം? ഫണ്ട് തരുന്നത് ഈ കരാർ അടിസ്ഥാനപ്പെടുത്തിക്കാം. ഞാൻ ചോദിക്കുന്നത് ഫണ്ട് തരുന്നതും ഈ കരാറും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് അവർ പറഞ്ഞല്ലേ? പിന്നെന്താ? അല്ല, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഫണ്ട് തരുന്നതും ഈ ഒപ്പിടുന്നതുമായി യാതൊരു ബന്ധമില്ല, പുലബന്ധം പോലുമില്ല, ഒരു ബന്ധവുമില്ല. അല്ല, മന്ത്രി പറഞ്ഞല്ല ഞാൻ പറയുന്നത്, ഞാൻ ആ വസ്തുതയാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാന്നും പറഞ്ഞിട്ടില്ല, തെറ്റാന്നും പറഞ്ഞിട്ടില്ല. ഉടനെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് തെറ്റാണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എഴുതണം. നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അത് ഇങ്ങനെ ആര് വെറുതെ നിങ്ങൾ തന്നെ പരാതി ഉണ്ടാക്കിയിരുന്നല്ലാണ്ട് പറയുന്നത് പരാതി. ഞങ്ങൾ അത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടം വരുമ്പോഴേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും കേരളത്തിലുടനീളം ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും സ്ഥാനാർത്ഥി നിർണയവും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം മാത്രമേ അവിടെ ഇവിടെ ഇത് പൂർത്തിയാക്കാനുള്ളൂ. അത് വളരെ വേഗം പൂർത്തിയാവും. പൂർത്തിയാക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുമില്ല, പാർട്ടിക്കകത്തുമില്ല. അത് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ഞങ്ങൾ പരസ്യമായിട്ടില്ല, രഹസ്യമായിട്ട് ഉള്ളൂ എന്ന് പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ജമാഅത്തെ ഇസ്ലാമിയായി കൂട്ടുകൂടുമെന്ന് നേരത്തെ പറഞ്ഞതാണ് VD സതീശൻ. അവർക്ക് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പഴയ ജമാഅത്തെ ഇസ്ലാമി അല്ല, ഇപ്പോഴത്തെ ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. മൗദൂദിന്റെ ആശയങ്ങളാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന ക്യാമ്പ് വെച്ചിട്ട് മലപ്പുറത്ത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴത്തന്നെ. അപ്പോൾ അതിലൊന്നും യാതൊരു മറയില്ലാതെ രീതിയിൽ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുകയാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ UDFന്റെ ആശയ നേതൃത്വമായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുകയാണ്. അതാണ് കേരളത്തിന്റെ അപകടകരമായ അവസ്ഥ. ഞങ്ങളപ്പോൾ ഒരു കാലത്തും നിന്നിട്ടില്ല, വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഇതുവരെ CPIM-ഉമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നത്തിലും ജമാഅത്തെ ഇസ്ലാമി ഒപ്പം ഉണ്ടായിരുന്നില്ല, ഇനി ഉണ്ടാവുകയും ചെയ്യില്ല. അതെല്ലാം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞതാണ്. കത്തയക്കുന്നത് അവർ ഗവൺമെന്റ് തലത്തിൽ അയക്കട്ടെ. ഒരു പറ്റിക്കലും വന്നിരിക്കുന്ന ഒരു പറ്റിക്കലിനും പ്രശ്നമില്ല. ഗവൺമെന്റ് തലത്തിൽ തീരുമാനിച്ചത് ഗവൺമെന്റ് തലത്തിൽ തീരുമാനം നടപ്പിലാക്കും. ഫണ്ട് വാങ്ങാൻ പാടില്ല എന്നാണോ നിങ്ങൾ ആഗ്രഹം? നിങ്ങൾക്ക് എല്ലാ കാലത്തും കേരളം ഇങ്ങനെ ഒരു ഫണ്ടും കിട്ടാണ്ട് തുറഞ്ഞു പോകണമെന്നാ? പിന്നെന്താ? കരാർ മരവിപ്പിക്കുന്നതിനും ഫണ്ട് വാങ്ങുന്നതും തമ്മിൽ എന്താ ബന്ധം? ഫണ്ട് തരുന്നത് ഈ കരാർ അടിസ്ഥാനപ്പെടുത്തിക്കാം. ഞാൻ ചോദിക്കുന്നത് ഫണ്ട് തരുന്നതും ഈ കരാറും തമ്മിൽ എന്താ ബന്ധം? എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് അവർ പറഞ്ഞല്ലേ? പിന്നെന്താ? അല്ല, വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ഫണ്ട് തരുന്നതും ഈ ഒപ്പിടുന്നതുമായി യാതൊരു ബന്ധമില്ല, പുലബന്ധം പോലുമില്ല, ഒരു ബന്ധവുമില്ല. അല്ല, മന്ത്രി പറഞ്ഞല്ല ഞാൻ പറയുന്നത്, ഞാൻ ആ വസ്തുതയാണ് പറയുന്നത്. എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ശരിയാന്നും പറഞ്ഞിട്ടില്ല, തെറ്റാന്നും പറഞ്ഞിട്ടില്ല. ഉടനെ തെറ്റാണോ എന്ന് പറഞ്ഞിട്ട് തെറ്റാണോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എഴുതണം. നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഗവൺമെന്റാണ് ഒരു കത്തിന്റെ കാര്യം ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നമായിട്ട് വരും. ഞാൻ ജമാഅത്തെ ഇസ്ലാമിന്റെ ഇത്രയും പറഞ്ഞിട്ട് ഒരൊറ്റ അക്ഷരം മിണ്ടുന്നില്ല. കൂപ്പം തെറ്റിച്ചതിനെ പറ്റി പറയുമ്പോൾ ഒരൊറ്റ അക്ഷരം മിണ്ടാനില്ല. നിനക്ക് കത്തയക്കുന്നതിനെ പറ്റി ഇവിടെ വളരെ ഗൗരവമുള്ള പ്രശ്നം. ഞങ്ങൾ പറഞ്ഞില്ലേ, വളരെ ശരിയായിട്ട് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റ് തലത്തിൽ അംഗീകരിച്ച നിലപാട് ഗവൺമെന്റ് കൈകാര്യം ചെയ്യും. പോരെ? അത് ഞാൻ പറഞ്ഞതിന്റെ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? മാറ്റുകയാണ്. ഇല്ല, അത് പയ്യെ പറയാം. അതിപ്പോ തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചു.
അത് ഗവൺമെൻറ്റല്ലേ തീരുമാനിച്ച് പറയേണ്ടത്, ഞങ്ങളല്ലോ. വേണ്ട പേര് അങ്ങനെ അവരുണ്ട് കേൾക്കണ്ട. നിങ്ങൾ പലരും എഴുതിയിട്ടുണ്ടല്ലോ പേര്, ഒരുപാട് പേര്. നിങ്ങളെല്ലാം ആ പേരൊന്നുമില്ല, ഇല്ല. പുയ്യാളാണ്. അല്ലല്ല, അങ്ങനെ ചോദിച്ചാൽ അതൊന്നും ഉത്തരം കിട്ടൂല. ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. അതിപ്പോൾ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല, അതിന്റെ പ്രോസസ് നീങ്ങുമ്പോൾ മനസ്സിലാവുമല്ലോ ആരാണ് എന്താണെന്നല്ല. ആരെ മതാടിസ്ഥാനത്തിൽ അപ്പൊ മതാടിസ്ഥാനത്ത് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. നമ്മൾ മതാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി, പാഴ്സി, സിഖ് എല്ലാം വേണ്ട. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? എല്ലാ മുസ്ലിം വീടുകളിലും കയറി ഇറങ്ങിയത് വോട്ടിന് വേണ്ടിയല്ല, വിശ്വാസം ആർജിക്കാൻ വേണ്ടിയാണ് നമ്മൾ രാജ്യത്തിന്റെ. അതായത് RSSും BJPയും യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ അതിൻ്റെ ആദ്യ കാലഘട്ടം മുതൽ എടുത്ത ഒരു നിലപാട് പ്രതിയോഗിയെ തീരുമാനിച്ചുകൊണ്ടാണ്. അപരൻ ആ പ്രഖ്യാപനത്തിലൂടെയാണ് അവർ മുമ്പോട്ടേക്ക് വന്നത്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അവർക്ക് ഒരു മതനിരപേക്ഷ ഉള്ളടക്കമുണ്ടോ എന്ന സംശയം അവരിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിനായിരിക്കും. മറ്റൊന്നും അത് കാണേണ്ട കാര്യമില്ല. അതിലൊന്നും വലിയ കാര്യമില്ല കേരളത്തെ സംബന്ധിച്ച്. ആരെ അറിയില്ല. അറിയില്ല. നിങ്ങൾ ഉൾക്കൊള്ളപ്പെടണ്ട. ഇല്ല, പാർട്ടിയിൽ ഒരു ശത്രുവില്ല. പാർട്ടിയല്ലേ, പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ. അത് ഇങ്ങനെ ആര് വെറുതെ നിങ്ങൾ തന്നെ പരാതി ഉണ്ടാക്കിയിരുന്നല്ലാണ്ട് പറയുന്നത് പരാതി. ഞങ്ങൾ അത് കൃത്യമായിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ആ ഘട്ടം വരുമ്പോഴേക്ക് എല്ലാ സ്ഥാനാർത്ഥികളും പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടും. തിരുവനന്തപുരം കോർപ്പറേഷനിലായാലും കേരളത്തിലുടനീളം ഞങ്ങൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പരിശോധിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും സ്ഥാനാർത്ഥി നിർണയവും നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ അപൂർവം മാത്രമേ അവിടെ ഇവിടെ ഇത് പൂർത്തിയാക്കാനുള്ളൂ. അത് വളരെ വേഗം പൂർത്തിയാവും. പൂർത്തിയാക്കുന്നതോടുകൂടി ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിൽ ഒരു തരത്തിലുള്ള പ്രശ്നവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുമില്ല, പാർട്ടിക്കകത്തുമില്ല. എല്ലാം നല്ല ശരിയായ രീതിയിലാണ് പോകുന്നത്. രണ്ടാമത്തെ ചോദ്യമില്ലേ, നേരെ ചോദിച്ചല്ലോ ആ ചോദ്യം, ഞാൻ മറുപടി പറഞ്ഞല്ലോ. തീരുമാനിച്ചു. പിന്നെ അത് തീരുമാനം പുറത്തു വരുമല്ലോ. തീരുമാനം പുറത്തു വരും, 2 ദിവസം കൊണ്ട് തന്നെ വരും. ഇനി 14-ാം തീയതി ആകുമ്പോഴേക്ക് അവർ സ്ഥാനം ഏൽക്കേണ്ടിയുണ്ട്. അത് ഭരണഘടനാപരമായിട്ട് പ്രശാന്തിന് ഒരു ടേമേ പറ്റുള്ളൂ. ഓർഡിനൻസ് എന്ത് ഓർഡിനൻസ്? ഇതിന് വേണ്ടിയിട്ടല്ലേ ഓർഡിനൻസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. പ്രശാന്തിന്റെ പ്രവർത്തനത്തെ പറ്റിയൊന്നും ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഹൈക്കോടതി പറഞ്ഞ ഒന്നല്ല, കോടതി എന്ത് പറയുന്നുണ്ടെന്നല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടേതായ നിലപാടുണ്ടല്ലോ. ശരി.